ഹലോ എവരി വൺ. ഈ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഡേ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഡൗട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് അഡ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് 2 കാര്യങ്ങൾ പറയണം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സിസാറ്റ് റിലേറ്റഡ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഈ ആ ഡൗട്ട് അഡ്രസ്സ് ചെയ്യുന്നതാണ്. കഴിവതും ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നെയായിരിക്കും, ഇതുപോലത്തെ ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലൊന്നും ആയിരിക്കില്ല. കഴിവതും ഇതുപോലത്തെ എന്തായിരിക്കും, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. കാരണം എനിക്ക് കിട്ടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഫ്രീ ടൈമിലാണ് ഞാൻ നിങ്ങൾക്കിത് അഡ്രസ്സ് ചെയ്യുന്നത്, റൈറ്റ്? പക്ഷേ നിങ്ങൾക്ക് ക്ലാസ്സസ് വരുന്ന ഒരു പ്രോപ്പർ സ്റ്റുഡിയോ സെറ്റപ്പിലായിരിക്കും. ബട്ട് ഇതുപോലത്തെ ഡൗട്ട് റെസൊല്യൂഷൻസ് ഒക്കെ എന്താണ്, ഇതുപോലത്തെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ഞാൻ കഴിവതും അപ്ലോഡ് ചെയ്യുന്നത്, റൈറ്റ്? ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് ട്രഡീഷണൽ മെത്തേഡ് പറഞ്ഞു തരുന്നില്ല. അതിന് പകരം ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ട്രഡീഷണൽ മെത്തേഡ് ഓൾറെഡി നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ തന്നെ ഈ ഒരു സം വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ഒരു എന്താണ്, ഒരു PDF നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്, എങ്ങനെയാണ് ആ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുന്നത്. ആ കുട്ടി നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ട്രഡീഷണൽ മെത്തേഡിൽ ഒരു ഹിൻറ്റും കൂടി തരാം. പക്ഷേ ഞാൻ കഴിവതും ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഷോർട്ട് കട്ട് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ എന്താണ് ഇതെന്ന് പറയുന്ന ഒരു മൾട്ടി റേഷ്യോ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്, ഇവിടെ 3 റേഷ്യോസ് നമുക്ക് തന്നിട്ടുണ്ട്. 3:7, 2:1, 35:76 എന്ന് പറഞ്ഞിട്ട് 3 റേഷ്യോസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇതെന്താണ്, ഇതെന്ന് പറയുന്നത് ഒരു മൾട്ടി റേഷ്യോ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് ക്വസ്റ്റ്യൻ വായിക്കുവാണെങ്കിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മളെ കൺഫ്യൂസ് ആക്കാനായിട്ട് ഇവിടെ 2 ഗ്രൂപ്പായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റേഷ്യോസ് തന്നിരിക്കുന്നത്. അതും മിക്സ് ചെയ്ത രീതിയിൽ, അല്ലേ? നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്. മെൻ, വുമൻ എന്ന് പറഞ്ഞ് 2 വേരിയബിൾസ് ഉണ്ട്. 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ബ്ലൂവും റെഡ് എന്ന് പറഞ്ഞ 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ മിക്സ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ട്രഡീഷണൽ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ വരയ്ക്കാം, അല്ല? ആ ടേബിൾ വരച്ച് കൃത്യമായിട്ട് ബ്ലൂവിൻ്റെ കേസിൽ എത്ര മെൻ ഉണ്ട്, എത്ര വുമൻ ഉണ്ട്, ആ റേഷ്യോസ് ഒക്കെ എഴുതാം. ഇനി റേഷ്യോയുടെ ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ട്രഡീഷണൽ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, ആർക്കെങ്കിലും റേഷ്യോസ് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ക്വിക്കായിട്ട് പറഞ്ഞുതരാം. ഈ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തല്ല, ഒരു ഒറിജിനൽ വാല്യൂ അല്ല, അല്ല? ഒറിജിനൽ വാല്യൂ വരാനായിട്ട് തന്നിരിക്കുന്ന റേഷ്യോയുടെ കൂടെ എന്ത് ചെയ്യുക, ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പം എന്താണ് എക്സ് എന്ന് ചോദിച്ചാൽ, ഇപ്പം 50 റുപ്പീസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ 50 റുപ്പീസിന് ഞാൻ എന്ത് ചെയ്തു, 2 പേർക്ക് ഞാൻ 3:2 റേഷ്യോയിൽ ഞാൻ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. 3:2 റേഷ്യോ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ 3ഉം 2ഉം അല്ലല്ലോ കൊടുത്തിട്ടുണ്ടെന്ന്, 3 പങ്കും 2 പങ്കും, അല്ലെ? 3 പാർട്ടും 2 പാർട്ടും 50 രൂപ ഞാൻ അങ്ങനെയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ വരാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ 3യുടെ കൂടെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മൊത്തം 3:2 അല്ലേ, 3 പങ്കും 2 പങ്കും എന്ന് പറയുമ്പോൾ മൊത്തം 5 പാർട്ടുണ്ട്. അതായത് 15 നമ്മൾ എന്ത് ചെയ്തു, 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആ 5 പാർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്തത്, 3 പാർട്ട് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട് എന്തായിരിക്കും വരുന്നത്, 50/5 10 വരും. ഈ 10 ആണ് എന്തെന്ന് പറയുന്നത്, ഈ എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 പാർട്ട് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, 2 × 10, റൈറ്റ്? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്വിക്കായിട്ട് നിങ്ങൾക്ക് ട്രഡീഷണൽ മെത്തേഡിൽ ഇത് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ കുട്ടി അയച്ചിരിക്കുന്ന ആ ഒരു പോസ്റ്റ് നന്നായിട്ട് നോക്കുക, ഒബ്സർവ് ചെയ്യുക, ചെയ്തു നോക്കുക. ഇനി ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് മറ്റുള്ളവരെ ഔട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓപ്ഷൻസ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. ആരൊക്കെയാണോ ഓപ്ഷൻസ് ഒബ്സർവ് ചെയ്യുന്നത് അവർക്ക് എപ്പോഴും എന്തുണ്ട്, എപ്പോഴും എക്സാമിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഞാൻ ആദ്യം കൺഫ്യൂഷൻ മീൻസ് ഉണ്ടാക്കുവാണെങ്കിൽ പോലും ഏറ്റവും ലാസ്റ്റ് എന്ത് പറയുന്നുണ്ട്, ഇഫ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ബ്ലൂ ടു ദി നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റെഡ് ഈസ് 35:76 എന്ന് പറയുന്നുണ്ട്, അല്ലേ? അതായത് ഇവിടെ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദി ഹോൾ മസ്റ്റ് റിമെയിൻ സെയിം ആയിരിക്കുമല്ലോ. ഇപ്പോൾ വെദർ യു കൗണ്ട് എന്താണ്, കളർ ബേസിസിൽ നിങ്ങൾ കൗണ്ട് ചെയ്താലും ജെൻഡർ ബേസിസിൽ കൗണ്ട് ചെയ്താലും ഈ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം എന്താണ്, കുറേ മെൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലൂവും ധരിച്ചിട്ടുണ്ട്, കുറേ
വുമൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലൂവും റെഡും അങ്ങനെയൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കളർ ബേസിസിൽ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിലും നമ്പർ ഓഫ് പീപ്പിൾ സെയിം തന്നെയായിരിക്കും. ജെൻഡർ ബേസിസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്താലും ആൾക്കാർ സെയിം തന്നെയാണ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് വേണം, ക്ലാരിറ്റി വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് റേഷ്യോ ഓഫ് ബ്ലൂ ഈസ് ടു റെഡ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണെന്ന്, 35:76 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് ടോട്ടൽ എന്താ വരുന്നത്, 35:76 ആണെങ്കിൽ ടോട്ടൽ വരുന്നത് 111 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ മസ്റ്റ് ബി എന്തായിരിക്കും, ഒരു മൾട്ടിപ്പിൾ ഓഫ് 111 ആയിരിക്കില്ലേ? ആലോചിച്ച് നോക്കിക്കാൻ നിങ്ങൾ. ഡെഫിനറ്റ്ലി ആയിരിക്കും. കാരണം എന്താണ്, നമ്മളെ എക്സിന്റെ കേസ് 3x 7x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, 3യുടെ ഏതൊരു മൾട്ടിപ്പിൾ ആയിരിക്കും ഈ പറയുന്ന 3x എന്ന് പറയുന്നത് അല്ലേ? ദ സെയിം ലോജിക്കിൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, 111ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെൻ ടു ദി നമ്പർ ഓഫ് വുമൺ. അവിടെ നമുക്ക് എന്താണ്, മെൻ ഈസ് ടു വുമന്റെ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇതിന്റെ സം എന്ന് പറയുന്നത്, ഇപ്പം ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 47 + 51 എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഒന്നെങ്കിൽ 111 ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, 111ന്റെ ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കണം. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക് അല്ലേ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ എന്തിൽ മാറ്റങ്ങളില്ല, നമ്പർ ഓഫ് പീപ്പിൾ മാറുന്നില്ല, അത് കളർ എടുത്താലും ജെൻഡർ എടുത്താലും മാറുന്നില്ല. അപ്പൊ നമുക്ക് കളേഴ്സിൽ നമുക്ക് ടോട്ടൽ കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ കൗണ്ട് എത്ര പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന രീതിയിൽ ബ്ലൂ ഈസ് ടു റെഡ് എന്ന് പറയുന്നത് 35:76 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്, 111 യൂണിറ്റ്സ് ആണ് അല്ലെ? ഈ 111 യൂണിറ്റ് ആകുമ്പോൾ ഒന്നെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഇത് നമുക്കറിയാം. ഇനി ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, മെൻ ഈസ് ടു വുമൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒന്നെങ്കിൽ ഈ പറയുന്ന 111ന്റെ ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ 111 തന്നെ ആയിരിക്കും. നമുക്ക് ഓരോ ഓപ്ഷൻസും കൂടി നോക്കാം. എന്തായിരിക്കും വരുന്നത്, 47 + 51 എന്തായിരിക്കും വരുന്നത്, 47 + 51 98 വരും. 98 എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ 111 എന്തെങ്കിലും രീതിയിൽ മാച്ച് ആവുന്നുണ്ടോ, ഇല്ല അല്ലേ? ഇനി 40:43 ആണെങ്കിലോ, 40 + 43 നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 83 കിട്ടും. 83 ഏതെങ്കിലും രീതിയിൽ മാച്ച് ആവുന്നുണ്ടോ, ഇല്ല. ഇനി 62 + 57 എന്ത് വരും, ഇവിടെ 190 വരും. ഈ 190യും ഏതെങ്കിലും രീതിയിൽ മാച്ച് ആവുന്നുണ്ടോ, ഇല്ല. ഇനി 52 + 59 എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താണ്, 111 ആണ്, ഒരു പെർഫെക്റ്റ് മാച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ഡി മാർക്ക് ചെയ്തൂടെ? ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് എത്ര സമയം വേണം, കൂടിപ്പോയാൽ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ്സ് മതി. അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നന്നായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഓപ്ഷൻസ് ഒബ്സർവ് ചെയ്യുക. രണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ്സ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ട്രഡീഷണൽ മെത്തേഡ് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ എന്ത് ചെയ്യുക, നമുക്ക് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ഷോർട്ട് കട്ട്സ് നമുക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടും.